നമ്മുടെ ശരീരത്തെ തകർത്ത് കളയുവാൻ കഴിയുന്ന, മരണത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ വൈറസ് ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ അതിന് പുറകെ അന്വേഷണത്തിലായിരിക്കും. എന്നാൽ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവനെന്ന് യേശു കർത്താവ് ഓർപ്പിക്കുകയുണ്ടായി. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹനിർഭരമായ വന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്ന് യേശു കർത്താവ് ഓർപ്പിക്കുവാനിടയായി. കർത്താവ് ഇത് ഓർപ്പിക്കുന്നതിന് കാരണം, തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ഭൂമിയിൽ തനിക്ക് പകരക്കാരായി തുടരേണ്ട ശിഷ്യന്മാരെ കരുത്തരാക്കേണ്ടതിന് കർത്താവ് ഈ ഭാഗം ഓർപ്പിക്കുകയാണ്. ഭയം നാം എല്ലാവരും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അതിലേറെ മുന്നിൽ നിൽക്കുന്നത് മരണഭയം തന്നെയാണ്. ഇവിടെ യേശു കർത്താവ് ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്ന പല സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നേക്കാം. യേശു കർത്താവ് ഈ ഭാഗത്ത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വീട്ടുടയവനായ എന്നെ അവർ ബേൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ എനിക്ക് താഴെ വീട്ടുകാരായിരിക്കുന്ന നിങ്ങളെ എത്ര അധികം അവർ വിളിക്കുവാനിടയാകും. യേശു കർത്താവ് ഓർപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ്, ദൈവത്തെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുവാനായി കടന്നു വന്ന യേശു കർത്താവിനെ ലോകം വിശേഷിപ്പിക്കുന്നത് പിശാചുകളുടെ പ്രധാനി എന്നുള്ള ബേൽസെബൂൽ എന്ന പേരിലാണ്. ലോകം ഒരിക്കലും എന്നെ തിരിച്ചറിയുന്നില്ല. അവരെന്നെ മനസ്സിലാക്കുന്നത് വെളിച്ചത്തിൻ്റെ പുത്രനെ ഇരുട്ടിൻ്റെ അധികാരിയായ പിശാചിനോട് ചേർത്ത് വെച്ചാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ജീവന് ഭീഷണിയാകുവാൻ ഇടയാക്കുന്ന ഭരണാധികാരികളും അധികാര സ്ഥാനങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. രോഗമോ പീഡയോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ നിങ്ങൾ അതിനെയല്ല ഭയപ്പെടേണ്ടത്. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. മറിച്ച് ദേഹിയെയും ദേഹത്തെയും ഒരുപോലെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനായ ദൈവത്തെ തന്നെ ഭയപ്പെടുകയാണ് വേണ്ടതെന്ന് കർത്താവ് ഓർപ്പിക്കുവാനിടയായി. ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുമ്പോൾ അവൻ്റെ ബാഹ്യ ശരീരത്തിന് മാത്രമാണോ മരണം സംഭവിക്കുന്നത്? അല്ല എന്നാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. അവൻ്റെ അകത്തൊരു ദേഹിയുണ്ട്. അവന് വിചാരങ്ങളുള്ള, ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു തലം അവൻ്റെ ഉള്ളിലുണ്ട്. അത് നിത്യമായ മരണത്തിന് വിധേയപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ദേഹത്തിന് മരണം സംഭവിച്ചുകൊണ്ടത് ഒരുവൻ അവസാനിക്കുകയല്ല, മറിച്ച് അവൻ്റെ ദേഹിക്ക് യാതന അനുഭവിക്കുവാനായിട്ട് കഴിയും. കർത്താവ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ലാസറിൻ്റെയും ധനവാന്റെയും ആ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നത്, യാതനാസ്ഥലത്ത് വേദനിക്കുന്ന ദേഹിയായ ധനവാനെ പറ്റി ഇവിടെ പറയുന്നു. അവൻ്റെ നാവ് ചുട്ടുപൊള്ളുന്നുണ്ട്, ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അവൻ കീഴുന്നുണ്ട്, അവൻ നിത്യദണ്ഡനത്തിന് അടിമയായി തീരുന്നൊരു ഭാഗം കർത്താവ് ഓർപ്പിക്കുവാനിടയായി. കർത്താവ് ഇവിടെ പറഞ്ഞു തരുന്ന വിഷയം ഇത് തന്നെയാണ്. നിങ്ങളുടെ ആത്മാവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന, അകത്ത് ലഭിച്ചിരിക്കുന്ന ദേഹിയെപ്പറ്റി നിങ്ങൾ ഏറെ കരുതലോടെ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ബാഹ്യ ജീവന് ക്ഷതം സംഭവിക്കുന്നതിനെ പറ്റി ലോകം മുഴുവൻ ആശങ്കാകുലരായിരിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, ബാഹ്യജീവനെ അല്ല, അതിലുപരിയായിട്ട് നിങ്ങളുടെ നിത്യജീവനെപ്പറ്റി നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുവാനിടയാകണം. എന്താ നമ്മെ നിത്യ ജീവനിലേക്ക് വിടാതെ തള്ളിവിടുന്ന വൈറസ്? ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ടത്, അത് പാപമെന്ന വൈറസാണ് നിത്യജീവനിൽ നമ്മെ തടയുവാനിടയാകുന്നത്. അതിനെന്താ പ്രതിവിധിയുള്ളത്? പാപത്തിൻ്റെ അണുക്കൾ ഉള്ളത്തിൽ കടക്കാതെ വണ്ണം നമ്മെ തടയുന്ന ഒരേയൊരു പ്രതിവിധിയേ ഉള്ളൂ എന്നാണ് തിരുവചനം പറയുന്നത്. സദൃശവാക്യം 7:2 ശലോമോൻ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്: നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ജീവൻ എന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കുന്നുകൊണ്ട് ഒരുവൻ മരിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ നിത്യമായി അനന്തമായി ജീവിച്ചിരിക്കേണ്ടതിന് ദൈവിക വചനത്തെ, കൽപ്പനകളെയും ഉപദേശത്തെയും കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മെ മലിനമാക്കുന്ന, നമ്മെ നിത്യജീവനിൽ നിന്ന്
അപഹരിച്ചു കളയുന്ന പാപമെന്ന വൈറസിനെ ഇല്ലാതെയാക്കുവാൻ 119 സങ്കീർത്തനം 11 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ പാപം ഒഴിഞ്ഞൊരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം തിരിയുകയാണ് ആവശ്യമായിരിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരുടെ യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. നിങ്ങളുടെ മനസ്സിനെ മലീനസ്മാക്കുന്ന പാപചിന്തകളിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിച്ചിരിക്കുന്നുവെന്ന് യേശു കർത്താവ് ഓർപ്പിക്കുവാനിടയായി. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? അതെ, ഞാൻ യേശുവിൻ്റെ വചനത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കും, എൻ്റെ ശ്രദ്ധയെ തിരിക്കും. ഞാൻ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു വാക്യം കൂടി ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഫിലിപ്പി ലേഖനം 3 അധ്യായത്തിന് 21 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, യേശു കർത്താവിൻ്റെ വചനങ്ങൾ ഇങ്ങനെയാണ്: അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അങ്ങനെ നാം നിരന്തരം നിത്യജീവനിൽ തുടരുവാനിടയാകും. ദേഹത്തെയും ദേഹിയും ഒരുപോലെ നശിപ്പിക്കാൻ കഴിയുന്നവൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കാം, അതിനായി ഒരുങ്ങാം. ആ ഒരു നിത്യജീവൻ പ്രാപിക്കുവാൻ എൻ്റെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.